ഓം ശാന്തി. യോഗബലത്തിലൂടെ പഴയ സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യുന്നു. ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കേവലം ആത്മാക്കളെ മാത്രം കാണുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു പ്രകാശപുഞ്ചമാണ്. ഞാൻ അമർ അവിനാശി ആത്മാവാണ്. ഞാൻ എൻ്റെ വീടായ പരമധാമത്തിൽ നിന്നും 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നതാണ്. ഭിന്ന ഭിന്ന നാമരൂപത്തിൽ ശരീരം ധാരണ ചെയ്ത് സൃഷ്ടി ഡ്രാമയിൽ എൻ്റെ പാർട്ട് അഭിനയിച്ചു. ആദിയിലെ 21 ജന്മങ്ങൾ സുഖദായി ആയിരുന്നു. എൻ്റെ സംസ്കാരം പവിത്രത, സുഖം, ശാന്തി, പിന്നെ പ്രേമത്തിൻ്റെതുമായിരുന്നു. പിന്നീട് മായാരാവണന്റെ നിഴൽ വീണപ്പോൾ എൻ്റെ ഒറിജിനൽ തിളക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. വികാരങ്ങൾക്ക് വശീഭൂതനായി വികാരങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ മോശമായ സംസ്കാരങ്ങൾ ധാരണ ചെയ്യാൻ ആരംഭിച്ചു. പതുക്കെ പതുക്കെ എൻ്റെ സംസ്കാരങ്ങൾ മലിനമായി. കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ മുഴുവൻ സംസ്കാരങ്ങളും മലിനമായി. ഇപ്പോൾ സ്വയം പരംപിത പരമാത്മാ എൻ്റെ മോശമായ സംസ്കാരങ്ങളെ ഇല്ലാതാക്കി നല്ല സംസ്കാരം നിറക്കാൻ വന്നിരിക്കുകയാണ്. എനിക്ക് യോഗബലത്തിലൂടെ മുഴുവൻ സംസ്കാരങ്ങളെയും പരിവർത്തനം ചെയ്ത് സ്വയം തന്നിൽ നല്ല സംസ്കാരങ്ങൾ നിറയ്ക്കണം. ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാ, സർവശക്തിവാൻ ജ്ഞാന സൂര്യശൂബാബയുടെ കിരണങ്ങൾക്ക് കീഴെ ഇരിക്കുകയാണ്. ഞാൻ ബാബയുടെ തേജോമയ രൂപം കാണുന്നു. പരമാത്മ-ലൈറ്റിൻ്റെ തേജോമയ ഗോളത്തെ കാണുന്നു. 4 ഭാഗത്തും ഗോൾഡൻ കിരണങ്ങൾ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സൂര്യശൂബാബയിൽ നിന്നും വരുന്ന ശക്തികളുടെ കിരണങ്ങൾ ആത്മാവിൽ പതിയുന്നു. ആത്മാവിൽ സമാഹരിക്കപ്പെടുന്നു. പരമാത്മശക്തിയുടെ ജ്വാലാസ്വരൂപ കിരണങ്ങളാൽ എൻ്റെ മുഴുവൻ സംസ്കാരങ്ങളുടെയും അന്തിമ സംസ്കാരം നടക്കുന്നു. ക്രോധത്തിൻ്റെയും അസൂയയുടെയും വെറുപ്പിൻ്റെയും സംസ്കാരങ്ങൾ ഭസ്മമായി പോകുന്നു. യോഗബലത്തിലൂടെ മുഴുവൻ സംസ്കാരങ്ങളെയും ഭസ്മമാക്കി ബാബയിൽ നിന്നും നല്ല സംസ്കാരങ്ങൾ സ്വയം തന്നിൽ നിറക്കുകയാണ്. സർവശക്തിവാൻ ബാബ എന്നെ തൻ്റെ സമാനമാക്കുന്നു. ഇപ്പോൾ ബാബയുടെ സംസ്കാരം ഏതാണോ അതാണ് എൻ്റെ സംസ്കാരം. ഞാൻ ജ്ഞാനസ്വരൂപമാകുന്നു, പവിത്ര സ്വരൂപമാകുന്നു. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും സ്വരൂപമാകുന്നു. സർവഗുണങ്ങളും
എൻ്റെ നിജസ്വരൂപമായി യോഗബലത്തിലൂടെ മോശമായ സംസ്കാരങ്ങളെ സമാപ്തമാക്കി നല്ല സംസ്കാരങ്ങൾ ധാരണ ചെയ്ത് ഞാൻ സാകാരവദനത്തിൽ വന്നിരിക്കുന്നു. ഞാൻ ജ്ഞാനസ്വരൂപമാണ്, പവിത്ര സ്വരൂപമായിത്തീരുന്നു, ശാന്തസ്വരൂപമാകുന്നു. യോഗബലത്തിലൂടെ പഴയ ലോകത്തെ പരിവർത്തനം ചെയ്ത് പുതിയതാക്കി മാറ്റാനുള്ള സേവനം ചെയ്യുന്നു. ഞാൻ ആത്മീയ സേവനത്തിന് ജന്മമെടുത്തിരിക്കുകയാണ്. യഥാർത്ഥ പുരുഷാർത്ഥി കുട്ടികൾ തൻ്റെ തെറ്റുകളെ ഒളിപ്പിക്കുകയില്ല. വളരെ വളരെ നിരഹങ്കാരിയായിരിക്കും. സേവനത്തിൽ മുഴുകിയിരിക്കും. മറ്റുള്ളവരുടെ അവഗുണങ്ങൾ കണ്ട് തൻ്റെ തല പുണ്ണാക്കില്ല. ബാബ പറയുന്നു, ക്ഷമയോടെ ഇരിക്കൂ. ഞാൻ ഓർമ്മയിലിരിക്കുന്നു. ശിവനിൽ നിന്നും ശക്തിയെടുക്കുന്നു. ശിവശക്തിയാകുന്നു. ഓർമ്മയിലൂടെ മാത്രമേ വികർമ്മങ്ങൾ വിനാശമാക്കൂ. യോഗബലത്തിലൂടെ പഴയ ലോകം മാറുന്നു. ഞാൻ ആത്മാക്കൾക്ക് സുഖത്തിൻ്റെ വഴി പറഞ്ഞു കൊടുത്ത് ബാബയുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നു. ബാബയുടെ നിർദ്ദേശമാണ്, ഒരിക്കലും ആരുടെയും അവഗുണങ്ങൾ നോക്കരുത്. ആത്മീയ സേവനത്തിലൂടെ ഞാൻ എൻ്റെ മംഗളം ചെയ്യുന്നു. ബാബ പറഞ്ഞു തരുന്നു, ഒരിക്കലും മറ്റുള്ളവരുടെ നിന്ദ ചെയ്യരുത്. അവരവരുടെ അവസ്ഥ നോക്കണം. നിരഹങ്കാരിതയുണ്ടാവണം. സേവനം വർദ്ധിപ്പിക്കുന്നതിൽ മുഴുകുന്നു. രാവും പകലും സേവനത്തിൻ്റെ ലഹരിയുണ്ടാകണം. ബാബ പതിത പാവനനാണ്. കൽപ്പകൽപ്പം വന്ന് എന്നെ പാവനമാക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്. ബാബ പറയുന്നു, മന്മനാഭവ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പവിത്രമായി എൻ്റെ കൂടെ വരും. ബാബ സുഖശാന്തി പവിത്രതയുടെ സാഗരമാണ്. ഞാൻ എൻ്റെ മേലെ പൂർണ്ണ ശ്രദ്ധ നൽകുന്നു. ദേഹാഭിമാനം വരരുത്. ഭാരതത്തെ ശ്രേഷ്ഠാചാര്യാക്കാനുള്ള സേവനം ചെയ്യുന്നു. ഇത് ആത്മാക്കളുടെ പന്തയമാണ്. ലക്ഷ്യത്തിൽ പോയി, അർത്ഥം ബാബയുടെ വീട്ടിൽ പോയി ബാബയെ സ്പർശിച്ച് പുതിയ ലോകത്തേക്ക് തിരിച്ചു വരണം. യോഗയുക്തർ ആദ്യം വരും. ഞാൻ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടുന്നു. എൻ്റെ സ്വഭാവം വളരെ മധുരമുള്ളതാക്കി മാറ്റുന്നു. ബാബയുടെ സേവനത്തിൽ എല്ലുകൾ പോലും നൽകണം. ബാബ മനസ്സിലാക്കി തരികയാണ്, മായയുടെ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ മഹാവീരനായി മാറണം. ബാബയുടെ നിർദ്ദേശമാണ്, സേവനത്തിൽ താല്പര്യം വെച്ച് മറ്റുള്ളവരുടെ മംഗളം ചെയ്യണം. പരചിന്തനത്തിൽ സമയം നഷ്ടപ്പെടുത്തരുത്. സത്യസന്ധരും നിരഹങ്കാരികളുമായി സേവനത്തെ വർദ്ധിപ്പിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നു. ഞാൻ ബാബ നൽകിയ വരദാനത്തിൻ്റെ
സ്വരൂപമാക്കുന്നു. മന്മനാഭവസ്ഥിതിയിലൂടെ മനസ്സിൻ്റെ ഭാവങ്ങളെപ്പോലും അറിയാനാകുന്ന സഫലതാ സ്വരൂപമാകുന്നു. മനസ്സിൻ്റെ ഭാവങ്ങളെ മനസ്സിലാക്കുന്നതിലൂടെ അവരുടെ ആഗ്രഹം അഥവാ പ്രാപ്തിയുടെയും ഇച്ഛ പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതിലൂടെ അവിനാശി പുരുഷാർത്ഥികളാകുന്നു. സേവനങ്ങളിൽ കൂടുതൽ സഫലത കാണപ്പെടുന്നു. പുരുഷാർത്ഥി സ്വരൂപത്തിന് പകരം സഫലതാ സ്വരൂപങ്ങളായി മാറുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം ബാബയ്ക്ക് സമർപ്പിച്ച് ഫ്രഷ് ആവുകയാണെങ്കിൽ വ്യർത്ഥം അഥവാ വികാരി സ്വപ്നങ്ങൾ വരില്ല. ഓം ശാന്തി.